എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് വേറിട്ട മഹത്വമുണ്ടല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? യാ നിസാഅൻ നബി മൻ യഅതി മിൻകുന്ന ബിഫാഹിശത്തിൻ മുബയ്യിന യുളാഅഫു ലഹൽ അദാബു ദുഫൈൻ. ഓ നബി പത്നിമാരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇരട്ടി ശിക്ഷയാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. ബാക്കിയുള്ള സാധാരണ ആൾക്ക്, സാധാരണ സ്ത്രീക്ക് ഒരു ശിക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ശിക്ഷയാണ്. എന്തേ കാരണം? നിങ്ങൾ മഹത്വമേറിയ ആളുകളാണ്. നിങ്ങൾ സാധാരണ ആളുകളല്ല. നിങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. 9 ആളുകൾക്കും മൊത്തം കൂട്ടുമ്പോൾ 11 ആളുകൾക്കും ആ വലിയ ദറജ അല്ലാഹു നൽകിയിട്ടുണ്ട്. മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ നിയമമല്ലേ അല്ലാഹു അവർക്ക് നൽകിയത്? ലോകത്ത് തന്നെ അവർക്ക് പ്രത്യേക നിയമം അല്ലാഹു നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആ ശേഷിക്കുന്ന 9 ആളുകളിൽ ഒരാളെയും ആരും വിവാഹം ചെയ്തുകൂടാ എന്ന് അല്ലാഹു ആയത്തിറക്കിയില്ലേ? 18 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ തങ്ങൾ വഫാത്താകുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക്. പക്ഷേ അല്ലാഹു ആയത്തിറക്കി, വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ. നബി പത്നിമാരെ ഒരു കാലത്തും പിന്നെ ഒരാളും നബി തങ്ങൾക്ക് ശേഷം വിവാഹം ചെയ്തുകൂടാ. ഇന്ന ദാലികും കാന ഇൻദല്ലാഹി അദീമാ. അങ്ങനെ വിവാഹം ചെയ്യാൻ ആരെങ്കിലും തുനിഞ്ഞാൽ അത് വലിയ അപകടകരമായ ഒരു വിഷയമാണ്. നിങ്ങൾ നോക്ക്, 18 വയസ്സ് പ്രായമല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്കുള്ളൂ. പക്ഷേ നിയമം അവർക്കും മഹത്വം നൽകുകയാണ്. ആ 9 ആളുകൾക്കും ഉമ്മമാര്, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മാതാക്കൾ എന്ന ഒരു വലിയ ഗ്രേഡിലേക്ക്, സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തി. ഇവിടം മാത്രമല്ല ഉമ്മമാരെ അവർക്ക് സ്ഥാനമുള്ളത്. പരലോകത്തേക്ക് ഞാനും നിങ്ങളും വരുമ്പോ ഹൗദുൽ കൗസറിന്റെ ഭാഗങ്ങളിൽ പ്രത്യേക ഖൈമകൾ കാണാം. ടെന്റുകൾ കാണാം. ആ ടെന്റിൽ വിശ്രമിക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേക ബഹുമാനം നൽകിയിട്ടുണ്ട്. മഹ്ശറിന്റെ ചൂടിൽ വരിവരിയായി ആളുകൾ നിൽക്കുമ്പോ, സഫ്ഫു സഫ്ഫായി ഹൗദുൽ കൗസറിന് മുന്നിൽ നിൽക്കുമ്പോ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ വരിവരിയായി നിൽക്കുന്നവരെ കൂട്ടത്തിലില്ല. അവർ ഉന്നത ഗ്രേഡുള്ളവരല്ലേ. അവരുടെ ടെന്റിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പാനീയം കൊണ്ടുപോയി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ ഉള്ള ബഹുമാനത്തെക്കാളും വലിയ ബഹുമാനം ആഖിറത്തിൽ അല്ലാഹു അവർക്ക് നൽകുന്നു.